അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനഹു അല്ലദീ അസ്റാ ബിഅബ്ദിഹി അല്ലാഹുവിന്റെ ദാസൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഏതൊരുത്തനാണോ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയത്, ഇസ്റാ ചെയ്തത്, ആ അല്ലാഹു പരിശുദ്ധൻ തന്നെ എന്ന് സൂറത്തുൽ ഇസ്രായിലെ ആദ്യത്തെ സൂക്തം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള പള്ളിയിലേക്കെന്നാണ് അൽ മസ്ജിദുൽ അഖ്സ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അത് ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദിസാണ്, പരിശുദ്ധമായ അൽ ബൈത്തുൽ മുഖദ്ദസാണ്, അൽ മസ്ജിദുൽ അഖ്സയാണ്. ഏറ്റവും ദൂരെയുള്ള ഒരു പള്ളി എന്ന് വന്നാൽ കുറച്ചു ദൂരെ ഒരു പള്ളി വേറെ വരാനുണ്ട്. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെ അൽ അഖ്സ എന്ന പ്രയോഗം സൂപ്പർലറ്റീവ് പ്രയോഗമാണ്. ദ ഫാദസ്റ്റ്, ഏറ്റവും ദൂരമുള്ളത്. അപ്പോ ഒരൽപ്പം ദൂരത്ത് ഒരു പള്ളി വരുന്നുണ്ട്. ആ പള്ളിയാണ് പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി. മുത്തുനബി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ റൗളയുള്ള അൽ മസ്ജിദുൻ നബവി. അത് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോകുന്ന വഴി മദീനയുടെ മുകളിലൂടെയാണ്. അതുകൊണ്ട് മക്കയിൽ ഒരു പള്ളിയുണ്ട്. ആ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള ഒരു പള്ളി അത് മസ്ജിദുൽ അഖ്സ. ഒരൽപ്പം ദൂരെയുള്ള അൽ മസ്ജിദുൽ ഖസി, ഒരൽപ്പം ദൂരെയുള്ള ഒരു പള്ളി അതിനിടക്ക് വരുന്നു എന്ന സൂചന അൽ അഖ്സ എന്ന പ്രയോഗത്തിൽ അള്ളാഹു ചെയ്തു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. അന്ന് നബിയുടെ പള്ളിയില്ല, മക്കയിലെ പള്ളിയാണെന്നുള്ളത് മദീനയിലേക്ക് നബി തങ്ങൾ ഹിജറ വരുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ ഒരു പള്ളി വരുന്നു എന്ന് അല്ലാഹു സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ 3 മസ്ജിദുകളാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ആരാധനകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 3 മസ്ജിദ്. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ് അൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൽ അഖ്സ വ മസ്ജിദി ഹാദാ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പള്ളികളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രകൾ പുണ്യകരമാണ്. ആരാധനക്ക് ശ്രേഷ്ഠതയുണ്ടെന്നും ആരാധനക്ക് മറ്റു പള്ളികളെക്കാളും ഇബാദത്തിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിൽ വർധനവുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ യാത്ര പോകാൻ പറ്റുന്ന പാടുള്ള 3 പള്ളികളിൽ ഒന്ന് അൽ മസ്ജിദുൽ അഖ്സയുണ്ട് എന്നറിയണം. മറ്റൊന്ന് അൽ മസ്ജിദുൽ ഹറാം, പിന്നെ അൽ മസ്ജിദുൻ നബവി. മസ്ജിദുൽ ഹറാം കഅബയിലെ പരിശുദ്ധമായ കഅബക്ക് ചുറ്റുമുള്ള കഅബ അടങ്ങുന്ന ആ പരിശുദ്ധമായ പള്ളി സമുച്ചയം. അൽ മസ്ജിദുൽ ഹറാം ഒരു ഇബാദത്തിന് 1,00,000 പ്രതിഫലം. പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി ഹബീബിന്റെ പള്ളിയിൽ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ പ്രതിഫലം. എന്നാൽ അൽ മസ്ജിദുൽ അഖ്സ ഒരു നിസ്കാരത്തിന് 100 നിസ്കാരങ്ങളുടെ കൂലിയുള്ള വിശുദ്ധമായ പള്ളിയാണത്. ഹബീബിന്റെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ ചോദിച്ചുവല്ലോ, നബിയേ, ആ പരിശുദ്ധമായ പള്ളിയിലേക്ക് എത്താനും സന്ദർശിക്കാനും സാധിക്കാതെ വരികയാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ അവിടെ കത്തിക്കാൻ ഒരു വിളക്കോ കത്തിക്കാനുള്ള എണ്ണയോ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തയക്കണം. എന്നാൽ അവിടെ സന്ദർശനം നടത്തിയതിന്റെ പുണ്യം നിങ്ങൾക്കുണ്ട് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ദൗർഭാഗ്യവശാൽ ജൂതന്മാരുടെ ഇസ്രായേൽ ഭരണത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമരുകയാണ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ എന്ന് മുത്തനബി തങ്ങൾ ദീർഘദർശനം ചെയ്ത് പറഞ്ഞിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅദദ് 6 ബൈന യദൈ സാഅ. ലോകാവസാനത്തിന്റെ മുമ്പ് 6 കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ മൗതി ഒന്ന് ഹബീബിന്റെ മരണമെന്ന് തുടങ്ങുന്ന ഹദീസ്.
അവിടം ആരംഭിക്കുകയാണ് അന്ത്യനാളിന്റെ അടയാളങ്ങൾ. എന്നിട്ട് പറഞ്ഞു സുമ്മ ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ഖിയാമത്തിന്റെ അടയാളങ്ങളിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, മുത്തനബി തങ്ങളുടെ കാലത്ത് മസ്ജിദുൽ അഖ്സയുടെ വിമോചനം നടന്നിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അൽ മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കപ്പെട്ടു. നബി തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞ സംഭവം പുലർന്നു കഴിഞ്ഞു എന്നാണ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം എന്നേക്കുമായി മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുൽ അഖ്സ ലഭിച്ചിട്ടുമില്ല. അത് വീണ്ടും ശത്രുപാളയത്തിലേക്ക് കടന്നു പോകുന്നു. മസ്ജിദുൽ അഖ്സക്ക് മീതെ 3 മതവിശ്വാസികളുടെ അവകാശവാദങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ക്രൈസിസ് നടക്കുന്ന പ്രദേശം ഫലസ്തീനാണെന്ന് നമ്മൾ അറിയണം. ഫലസ്തീൻ ഏറ്റവും പ്രശ്നമുഖരിതമാണ്, സംഘർഷഭരിതമാണ്. കാലാകാലങ്ങളിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അവിടെ നടക്കുന്നുണ്ട് പ്രശ്നങ്ങൾ. മസ്ജിദുൽ അഖ്സയെ ചൊല്ലി ആ പരിശുദ്ധമായ നാട് ആ പരിശുദ്ധമായ മസ്ജിദ് നിൽക്കുന്ന വിശുദ്ധമായ നാട് ജെറൂസലേം, ഈലിയ എന്ന മുത്തനബി തങ്ങളുടെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ജെറൂസലേം ഫലസ്തീനിന്റെ തലസ്ഥാന നഗരിയാണ്. അത് ഇസ്രായേലിന് വേണം എന്ന അവകാശവാദമാണ് ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ കേട്ടു തുടങ്ങിയത്. ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം നടന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന ഭരിക്കുന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബിമാരിൽ പ്രഗൽഭരായ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാർ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ ലക്ഷ്യമാക്കിയുള്ള സൈന്യം അറേബ്യയിൽ നിന്ന് നീങ്ങി തുടങ്ങി. മസ്ജിദുൽ അഖ്സയെ അവർ പ്രതിരോധം തീർത്തു. മാസങ്ങളോളം നീണ്ടു നിന്നപ്പോൾ അഖ്സയുടെ പാട്രിയാർക്കീസ് വന്നിട്ടാണ് പറഞ്ഞത്, മസ്ജിദുൽ അഖ്സയുടെ താക്കോൽ മുസ്ലിമീങ്ങളുടെ നേതാവിന് ഞങ്ങൾ സമർപ്പിക്കാം. പക്ഷേ ഖലീഫ മദീനയിൽ നിന്ന് ഈലിയയിലേക്ക് വരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മദീനയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു വരാൻ പറയുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണപ്രകാരം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്രയായി ഒട്ടകപ്പുറത്ത്. ചരിത്രം നിങ്ങൾ കേട്ടതാണ്. മഹാനവറുകളുടെ പരിചാരകനോട് ഉമർ എന്നവർ പറഞ്ഞു, ഞാനും നീയും ഈ ഒട്ടകപ്പുറത്ത് ഊഴമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അല്പനേരം നീ ഒട്ടകപ്പുറത്ത് കയറണം, അന്നേരം ഒട്ടകത്തിന്റെ കയറ് ഞാൻ പിടിക്കും. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ ഞാൻ അതിന്റെ മീതെ കയറുമ്പോൾ നീയാണ് ഒട്ടകത്തിന്റെ കയറ് പിടിക്കേണ്ടത്. അങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ വരെ നീണ്ടു നിൽക്കുന്ന 2000-ലേറെ വരുന്ന കിലോമീറ്ററുകൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പരിചാരകനായ താബിഈയുടെ കൂടെ, സ്വഹാബിയുടെ കൂടെ പരിശുദ്ധമായ അഖ്സയിലേക്ക് യാത്ര തിരിക്കുന്നു. ജബൽ മുകബ്ബിർ എന്ന് പറയുന്ന പരിശുദ്ധമായൊരു മലയുണ്ട് ഇന്ന് ഫലസ്തീനിൽ. അവിടെ പോയവർ അത് കണ്ടവരാണ്. ജബൽ മുകബ്ബിറിൽ എത്തിയപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലിയത്, അല്ലാഹു അക്ബർ. ജബൽ മുകബ്ബിറിൽ നിന്നാൽ ഒരു താഴ്വര, ഒരു മലയാണത്. ആ മല കഴിഞ്ഞ് കുന്നിറങ്ങിയാൽ മുമ്പിൽ കാണുന്ന മലയാണ് ജബൽ സൈത്തൂൻ, ഒലീവ് മല എന്ന് പറയുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തുസ് സുഖ്റയും നിൽക്കുന്ന പ്രദേശം. ജബൽ സൈത്തൂൻ ഈസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണാണത്. ജബൽ സൈത്തൂൻ ദാവൂദ് നബിയുടെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് ആകാശ ലോകത്തേക്ക് ഉയരാൻ പോകുമ്പോൾ ജൂതന്മാർ മഹാനവറുകളെ കൊല ചെയ്യാൻ വേണ്ടി കൊലവിളിയുമായി വന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം